ഇത് കുറുക്കുകാളനാണ്. ഓണം സീരീസിലെ മൂന്നാമത്തെ കറിയാണ് കേട്ടോ. ഇലസദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാ ഇത്. പക്ഷേ ഉണ്ടാക്കുന്നത് ഒരു തമിഴ് ചുവയോടെയാണ്. നമ്മൾ കൊണ്ടാട്ടം മുളകില്ലേ, അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കുറുക്കുകാളനാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കായും അതുപോലെ വെള്ളരിക്കയുമാണ്. ഇത് രണ്ടും ഇട്ടിട്ടാണ് ഞാൻ ഈ കുറുക്കുകാളൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും സദ്യക്ക് ഇത് ഉണ്ടാക്കി നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വെള്ളരിക്കായ ഒരു ചെറിയ കഷ്ണമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. പിന്നെ ഒരു പച്ചക്കായ, നേന്ത്രക്കായില്ലേ, അത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പകുതി സവോള, ചെറിയ ഉള്ളി വേണേലും ഇടാം. പിന്നെ 2-3 പച്ചമുളക് കീറിയത്, പിന്നെ 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലേശം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒത്തിരി മല്ലിപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. ഇത് നല്ല വെന്തുടയുന്നവരെ വേകണം കേട്ടോ. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ചെറിയ തീയിലിട്ട് കൊടുത്ത് വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് വേഗം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു പകുതി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2-3 ചെറിയ ഉള്ളി, പിന്നെ കുരുമുളക്, വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്. അത്രയും മതി. ഇനി അതൊന്ന് അരച്ച് ഫൈനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കറി ഇപ്പം നല്ല വെന്ത് വരുന്നുണ്ട്. ഇപ്പം കഷ്ണങ്ങളൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് നോക്കണം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാവേ. വെള്ളമൊക്കെ നല്ലോണം വറ്റി കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം വേണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാനേ. ഇനിയിപ്പോൾ ഈ അരപ്പിൻ്റെ വെള്ളം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയ തീ തന്നെ വെച്ച് ഒന്നുകൂടെ വേവിക്കാം കേട്ടോ. അതൊന്ന് കുറച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ കുറുകിയ തൈര് ചേർത്ത് കൊടുക്കണേ. ഇപ്പം അരപ്പൊക്കെ നല്ല വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ ഞാൻ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മോരൊരിക്കലും എടുക്കല്ല, നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ കേട്ടോ. നമ്മളിത് കുറുക്കുകാളനല്ലേ ഉണ്ടാക്കുന്നത്. ഈ തൈര് ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യണേ, അല്ലെ പിരിഞ്ഞു പോവേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയില്ലേ, നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉലുവ ഇല്ലേലും കുഴപ്പമില്ല, ഉലുവ പൊടി ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഉലുവയാണ് ചേർക്കുന്നെങ്കിൽ താളിക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനേ. ഞാനിപ്പോൾ പൊടിച്ചു വെച്ചതുണ്ട്, അത് 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളുമായി. ഇനി ഒരു താളിപ്പാണ് വേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ചെറിയ ഉള്ളിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ചേരുവയെ കൊണ്ടാട്ടമുളക്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തമിഴ് ടച്ചുള്ള കറിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏറെ തൈരി വറ്റിച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കറി കിടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഉടച്ച് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്. സദ്യക്കാണെങ്കിൽ ഒരു മുളകൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. ഇതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ഒരു പിഞ്ചോളം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുകൂടിയ നമ്മുടെ കുറുക്കുകാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഒരു വൈകിട്ടോ പിറ്റേ ദിവസമോ ഒക്കെ ആകുമ്പോഴാണ് കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഓണസദ്യക്ക് ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറികളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇനിയിപ്പം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വെള്ളരിക്കായും കായും മാത്രമല്ല, നേന്ത്രപ്പഴം വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചേനയുണ്ട്, അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറുക്കുകാളൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നാൽ ഇത് കുറച്ച് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടാട്ടമുളകൊക്കെ ചേർത്ത് ഒരു തമിഴ് ടച്ചിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇപ്പം ഓണസദ്യക്ക് വേണ്ടിയുള്ളതാണ്. ഓണസദ്യക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ സദ്യക്കൊക്കെ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന കറികളാണ്. അപ്പോൾ എല്ലാ റെസിപ്പികളും ഒന്നും കണ്ടതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ കുറുക്കുകാളൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്നുകൂടി പറയുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഇതുപോലത്തെ കുറുക്കുകാളൻ ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാവേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇനി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.